പിന്നെ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ആസ്പത്രിയിൽ നിന്ന് കിട്ടുന്നത് വെച്ചിട്ട് എനിക്ക് കുറവില്ലേനി. അതും പുറമെന്ന് സ്ട്രോങ് ഉള്ളതേനു വെക്കല്. എന്നിട്ടും പിന്നെ ചിലപ്പോ എന്തെങ്കിലും ഒന്ന് ഒരു കൺട്രോൾ നമ്മളെടുത്ത് തെറ്റിപ്പോയി, ചെറുതായിട്ട് ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ വീണ്ടും വരും. അത്ര തന്നെ ഉണ്ടാവും, കുറയില്ല. എന്നാലും ഇത് നോർമലായി ഞാൻ കണ്ടില്ല എനിക്ക് ഇതുവരെ. പക്ഷെ ഈ മരുന്നും അതും കുടിക്കൽ തുടങ്ങിയാല് രാവിലെ ഞാൻ ഇൻസുലിന് 20ഉം രാത്രി 15ഉം വെക്കല്ലേ. ഗുളിക രാവിലെ 1000-ന്റെ രാത്രി 1000-ന്റെ കഴിക്കല്ലേ. ഇപ്പൊ ഈ അതോടുകൂടി ഈ മരുന്ന് നിങ്ങൾ തന്ന ഈ മരുന്ന് കോഫി അത് കുടിക്കാൻ തുടങ്ങിയാല് ഒരാഴ്ച കുടിക്കാൻ തുടങ്ങിയാല് എനിക്ക് താനേ കൈയും കാലും ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് 66 കാണുന്നത്. ഫാസ്റ്റിംഗ് 66. 300 ഉണ്ടായിരുന്നതാണ് 66-ലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ ഞാനിത് കുറച്ച് ഇൻസുലിൻ കുറച്ചിട്ട് രാവിലെ 10ഉം രാത്രി 8ഉം ആയി. അങ്ങനെ അപ്പൊ വെച്ച് പോയിരുന്നത് നല്ല കുറവുണ്ട്. ഒരു ബോട്ടിലൊക്കെ കഴിച്ചിട്ടുള്ളൂ. 2-3 ദിവസത്തിനും കൂടി കഴിക്കാണ്. കഴിക്കാനേ ബാക്കിയുള്ളൂ. അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് വേണം. അത് ഞാൻ അവനെ കാണാൻ വേണ്ടി നിൽക്കേനു. എനിക്ക് വേണം എന്തായാലും. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്? എനിക്ക് നല്ല അഭിപ്രായം, എനിക്ക് നല്ല അഭിപ്രായമാണ്. ഞാൻ ടെസ്റ്റ് ചെയ്തവന് കാണിച്ചു കൊടുത്ത്, പറഞ്ഞതല്ല ഞാൻ കാണിച്ചു കൊടുത്തു. എനിക്ക് മരുന്ന് തന്നാക്ക്, മരുന്ന് തന്നപ്പോ മുസ്തഫല്ലേ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കണല്ലോ. അപ്പൊ ഞാൻ അവന് കാണിച്ചു കൊടുത്തു, ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ഞാൻ അവന് കാണിച്ചു കൊടുത്തു. ഇതിൽ പിടിച്ചു. അപ്പൊ ഇനി നമുക്കൊരു പ്രൊഡക്റ്റ് വേണം മുസ്തഫ, നാളെ തന്നെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാം. പിന്നെ ഇതിപ്പോ ഞങ്ങളിപ്പോ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ രാത്രി ചപ്പാത്തി ഇനി കഴിക്കല്. ചപ്പാത്തിയോ ഷുഗർ കൂടുതലല്ലോ, ചപ്പാത്തിയോ ഗോതമ്പിന്റെ ചപ്പാത്തിയോ ദോശയോ ഒക്കെ. ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ ലേശം ചോറ് തിന്നുന്നുണ്ട്. ഭയങ്കര മടിയാ, വെച്ചുണ്ടാവുമല്ലോ. ഒരു കുഴപ്പമില്ല, ചോറ് തിന്നുന്നുണ്ട്. തോനെ തിന്നുന്നില്ല. നമുക്കിത് നേരത്തെ 3-4 ബോട്ടിൽ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഷുഗർ നോർമലി വരും ചെയ്യും, ബാലൻസ് നൃത്തം ചെയ്യാൻ പറ്റും. പിന്നെ സാധാരണ ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ രീതിയിൽ തന്നെ അത്യാവശ്യം മധുരം കഴിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് ഏറ്റവും ഉപയോഗിക്കുന്നത്. നിങ്ങളോട് ആദ്യം പറയാൻ നിങ്ങൾ എന്തെങ്കിലും മധുരം ഉപയോഗിക്കുന്നുണ്ട്. രാത്രിയിൽ ഞാൻ ചോറും തിന്നുന്നുണ്ട്, പക്ഷെ പച്ചക്കറിയാണ് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത്. ഉപ്പേരികളായിട്ട് അത് ഞാൻ നല്ലോണം തിന്നുന്നുണ്ട്. എനിക്ക് അതാണ് ഇഷ്ടം. അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഇത്തിരി ചോറ് തിന്നുന്നുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് വീണ്ടും ഇത് വേണം. നാളെ തന്നെ പിന്നെ ഞാൻ പോസ്റ്റേന്റെ ഞാൻ പോയില്ല. എനിക്ക് കുറവാ. കാരണം എന്താ പറയാ, എന്റെ ചുണ്ട് ഇങ്ങനെ ഉണങ്ങലുണ്ട്. വർത്താനം നിങ്ങളോടൊന്നും ഇപ്പൊ ഈ വർത്താനം പറയാൻ എനിക്ക് കഴിയൂല. ആദ്യത്തെ അതിലേക്ക് വായിന്ന് നാവ് ഇങ്ങോട്ട് കിട്ടൂല. വെള്ളം ഇപ്പൊ ഒരു കുഴപ്പമില്ല.